ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഒരു അടിപൊളി അപ്ഡേറ്റ് വന്നിരിക്കുന്നത് 2025 മലയാളികൾ വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മോഹൻലാൽ ചിത്രമാണ് തുടരും. വർഷങ്ങൾക്ക് ശേഷം ശോഭനയും മോഹൻലാൽ ഒന്നിക്കുന്നു എന്ന പ്രത്യേകതയാണ് ഈ ചിത്രത്തിനുള്ളത്. സൗദി വെള്ളയ്ക്ക, ഓപ്പറേഷൻ ജാവ എന്നീ സിനിമകളുടെ ശ്രദ്ധേയനായ ഒരു ഡയറക്ടറായിരുന്നു തരുൺ മൂർത്തി. അദ്ദേഹമാണ് ഈ സിനിമയുടെ ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമ ഈ 2025 ജനുവരിയിലാണ് റിലീസ് ചെയ്യണമെന്ന് വെച്ചത്. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് പിന്നീട് മാറ്റിവെക്കുകയായിരുന്നു. അതിൽ പറയപ്പെടുന്ന ഒരു സാങ്കേതിക കാര്യം എന്ന് പറയുന്നത് നമ്മുടെ OTTയുടെ അവരുടെ ഒരു കൺഫർമേഷൻ ഉണ്ടല്ലോ, ഈ സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്താൽ എത്ര സമയം കൊണ്ട് OTT റിലീസ് ചെയ്യാം. അതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു. അത് വരാനുള്ള കാരണം പറഞ്ഞാൽ ഈ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിന് ഈ ഒരു ഡേറ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ അവർക്കിങ്ങനെ ഓരോ സമയത്ത് റിലീസ് ചെയ്യേണ്ട അവർക്കൊരു ചാർട്ടുണ്ട്. ആ ചാർട്ട് പ്രകാരം അവർക്കൊരിക്കലും ഈ പറയുന്ന ജനുവരിയിൽ റിലീസ് ചെയ്താൽ ഫെബ്രുവരി 1st or 2nd സെക്കൻഡ് വീക്കോടുകൂടി ഒരിക്കലും അവൻ്റെ ചാർട്ട് പ്രകാരം OTT റിലീസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ കൺഫേം ചെയ്തിരിക്കുന്നത് മെയ് 18 തുടരുന്ന സിനിമ OTT റിലീസിൽ വരുന്നത്. അത് നമ്മുടെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറാണ് അവർക്ക് ഇതിൻ്റെ റൈറ്റ്സ് കിട്ടിയിരിക്കുന്നത്. അതിൽ ഏറ്റവും വലിയ തുകയ്ക്കാണ് ഈ സിനിമ OTT നമ്മുടെ പ്ലാറ്റ്ഫോമായ ഹോട്ട്സ്റ്റാർ വാങ്ങിയിരിക്കുന്നത്. ഏകദേശം ഒരു 20 കോടിയോട് രൂപയാണ് ഈ ഹോട്ട്സ്റ്റാർ ഈ മൂവിയുടെ റൈറ്റ്സിനായിട്ട് കൊടുത്തിരിക്കുന്നത്, 20 കോടി രൂപ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഏപ്രിൽ പറയുമ്പോൾ ഒരു പകുതിയോടുകൂടി ഈ സിനിമ റിലീസ് ആവുന്നതാണ്. ഈ OTT റിലീസിൻ്റെ ഡേറ്റുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഒരു ഏപ്രിൽ പകുതി അല്ലെങ്കിൽ ഏപ്രിൽ ഒരു 10 കഴിയുമ്പോഴേക്കും റിലീസിനുള്ള ഡേറ്റ് കൺഫേം ചെയ്യുമെന്നാണ് നമ്മൾ കരുതുന്നത്. കാരണം ഔദ്യോഗികപരമായിട്ടൊരു കൺഫർമേഷൻ ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ OTT റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ച കാരണം നമുക്ക് എങ്ങനെയും പറയാൻ പറ്റും, എന്തായാലും OTT റിലീസ് കഴിഞ്ഞിട്ട് ഒരിക്കലും മൂവി റിലീസ് ചെയ്യത്തില്ല. അപ്പോൾ എന്തായാലും ഒരു ഏപ്രിൽ മാസം ഒരു 1 വീക്ക് കഴിഞ്ഞാൽ ഈ മൂവി റിലീസ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഈ മൂവി റിലീസ് ആവാൻ പോകുന്നത് ചിലപ്പോൾ നമ്മുടെ വിഷുവിൻ്റെ റിലീസ് തന്നെ ആയിരിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ ബസൂക്കിയൊക്കെ റിലീസ് ചെയ്ത് പ്രഖ്യാപിച്ചിട്ട് 10ാം തീയതിയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ഇത് ചിലപ്പോൾ റിലീസ് ചെയ്യാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. കാരണം ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കും, പിന്നെ അതൊരു ഇൻഡസ്ട്രി ഹിറ്റ് ഏതാവുന്നുള്ളതൊക്കെ ചർച്ചയ്ക്ക് വരും. കാരണം ബസൂക്ക് ഒരു ഗെയിം ചേഞ്ചർ മൂവിയാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് ഒരു കുടുംബ പശ്ചാത്തലമാക്കിയിട്ടുള്ളൊരു സിനിമയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഈ സിനിമ എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം ഒരു വിഷുവിൻ്റെ 10 അല്ലെങ്കിൽ 12 ആകുമ്പോഴേക്കും വിഷുവിനായിട്ടുള്ള റിലീസായി വരുമെന്ന് വിചാരിക്കുന്നു. കാരണം അങ്ങനെയാണ് ഇപ്പോഴത്തെ OTT റിലീസിൻ്റെ ഒരു ഡേറ്റ് പ്രകാരം നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലാ ആശംസകളും ഉണ്ടാവട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. കാരണം കുറേ കാലങ്ങൾക്ക് ശേഷം നമ്മുടെ മോഹൻലാലിൻ്റെയും ശോഭനയും കൂടി ഒന്നിക്കുന്നൊരു സിനിമയാണ്. അപ്പോൾ എന്തായാലും ആ ഒരു പ്രതീക്ഷ എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഉണ്ടായിരിക്കുന്നതായിരിക്കും. നിങ്ങളെപ്പോലെ തന്നെ എനിക്കുണ്ട്. എന്നാൽ നമുക്ക് ഈ ഒരു താരജോഡിയുടെ ഒരു വിസ്മയകരമായിട്ടുള്ള അഭിനയ മുഹൂർത്തങ്ങളൊക്കെ നമുക്ക് ഒന്നിച്ചിരുന്ന് കണ്ട് ആസ്വദിക്കാമെന്ന് വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ വിഷുവിൻ്റെ ആ സമയത്താണെങ്കിൽ ക്രാക്സ് ബ്രേക്സ് പോലെ സിനിമകൾ അങ്ങനെ അടിച്ച് കയറി വരട്ടെ, തിയേറ്ററെല്ലാം പൂരപ്പുറമാവട്ടെ. എന്തായാലും ഇപ്രാവശ്യം എന്തായാലും മമ്മൂട്ടിയും മോഹൻലാലിൻ്റെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകും. എന്ന് വെച്ചാൽ അത്രയും നല്ലൊരു റിലീസ് ഉണ്ടായിരിക്കും, നേർക്ക് റിലീസ് ഉണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം എന്തായാലും ഉണ്ടാവട്ടെ. എന്തായാലും നമുക്കെല്ലാവർക്കും മൂവി വന്ന ഏത് മൂവിയാണെങ്കിലും ആരാണെങ്കിലും നല്ലതാണെങ്കിൽ നമ്മൾ കയറി ചെന്ന് കാണും, വിജയിപ്പിക്കും. ഓക്കെ, ബൈ, സീ യു.